പ്രൈസ് ദി ലോർഡ്. ഞാൻ ആൻമരിയ ക്രിസ്റ്റീന. ദൈവവചനത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു ദൈവാനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നഴ്സിംഗ് പഠനത്തിൻ്റെ 2ാം വർഷം ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ശക്തമായ വയറുവേദന അനുഭവപ്പെട്ടു. നാട്ടിൽ അവധിക്ക് വന്ന സമയമായതുകൊണ്ട് ഒരു സ്കാനിങ്ങിന് വിധേയമായി. ആ സ്കാനിംഗ് റിപ്പോർട്ട് അനുസരിച്ച് എൻ്റെ വലതുവശത്തെ ഓവറിയിൽ ഒരു മുഴ കാണപ്പെട്ടു. ഏകദേശം 5 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു മുഴ. എന്നെ പരിശോധിക്കുന്ന ഗൈനക്കോളജി ഡോക്ടറുടെ അഭിപ്രായപ്രകാരം തൽക്കാലത്തേക്ക് സർജറിയൊന്നും വേണ്ട എന്നും, എന്നാൽ തുടർന്നുള്ള നാളുകളിൽ ഈ മുഴയുടെ വലിപ്പം വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യേണ്ടതായി വരും എന്ന് അവർ എന്നോട് പറഞ്ഞു. തൽക്കാലത്തെ അവധി അവസാനിപ്പിച്ച് ഞാൻ വീണ്ടും കോളേജിലേക്ക് പോയി. ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം അതിശക്തമായ വയറുവേദന പിന്നെയും അനുഭവപ്പെട്ടു. നാട്ടിലെത്തി സ്കാനിങ്ങിന് വിധേയമായപ്പോൾ ആ സ്കാനിംഗ് പ്രകാരം മുഴയുടെ വലിപ്പം പിന്നെയും കൂടി 9 സെൻറ്റിമീറ്ററായി. ഡോക്ടർ തീർച്ചയായും സർജറിക്ക് വിധേയമാകണമെന്ന് എന്നെ നിർബന്ധിച്ചു. അങ്ങനെ സർജറിക്കുള്ള ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു. ആശുപത്രിയും ഡോക്ടറും എല്ലാം റെഡിയായി. എന്നാൽ കുറച്ച് ദിവസങ്ങൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. സാമ്പത്തികമായ പ്രതിസന്ധിയും ആ നാളുകളിൽ ശക്തമായിരുന്നു. ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ, ഈ ഓപ്പറേഷൻ ഒഴിവാകണമെങ്കിൽ ഈ മുഴയുടെ വലിപ്പം അല്പമൊന്ന് കുറച്ചു തന്നാൽ മതിയായിരിക്കും. അത് നിനക്ക് സാധിക്കുമല്ലോ. അങ്ങനെ എൻ്റെ ജപമാലയിൽ ഒരു ദൈവവചനം ഞാൻ എണ്ണമില്ലാതെ ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജെറമിയ 23:29 തിരുവചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. പാറയെ തകർക്കാൻ തക്കവിധം ശക്തമാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എത്ര തവണയാണ് ആ വചനം എൻ്റെ ജപമാല മണികളിൽ ഉരുവിട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏകദേശം 4-5 ദിവസം രാവും പകലും ഈ വചനം ഉരുവിട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്കെന്തോ മനസ്സിൽ തോന്നിയ പ്രേരണയനുസരിച്ച് ഒരു സ്കാനിങ്ങിന് കൂടെ ഞാൻ വിധേയമാകാം എന്ന് തീരുമാനിച്ചു. അമ്മയുടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ഒടുവിൽ ഒരു സ്കാനിങ്ങിന് വിധേയമാകാൻ തന്നെ ഒരുങ്ങിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. പതിവ് പോലെ സ്കാനിങ്ങിൻ്റെ സമയത്ത് എനിക്ക് വേദന അനുഭവപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഈ സ്കാനിങ് ചെയ്യുന്ന വ്യക്തികൾക്ക് ശരിയായ വിധത്തിൽ സ്കാനിങ് ചെയ്യാൻ അറിയില്ല എന്നാണ്. കാരണം സാധാരണ സ്കാനിങ് ചെയ്യുമ്പോൾ എനിക്ക് ശക്തമായ വേദന അവിടെ അനുഭവപ്പെടുമായിരുന്നു. അവർ 3-4 പേർ മാറി മാറി വന്ന് സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു. പല ചോദ്യങ്ങളും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ റിപ്പോർട്ടിന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തോളാൻ അവർ ആവശ്യപ്പെട്ടു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൈകളിലേക്ക് ഒരു പ്രിൻ്റഡ് റിപ്പോർട്ട് സ്കാനിങ്ങിൻ്റെ ലഭിച്ചു. ആ റിപ്പോർട്ടിൻ്റെ അവസാനം ഫൈനൽ ഇംപ്രഷനിൽ ഇങ്ങനെ എഴുതിയിരുന്നു. അതിന് ചുവട്ടിൽ ചുവന്ന റെഡ് ലൈനായി അണ്ടർലൈൻ ചെയ്ത് ഒരു ലൈൻ ഇങ്ങനെ ഞാൻ വായിച്ചു: Previously noted large right adnexal cyst which is not seeing now. അതായത് മുൻപുണ്ടായിരുന്ന ആ വലിയ മുഴ ഇപ്പോൾ കാണുന്നില്ല എന്നാണ് അവരുടെ ഫൈനൽ ഇംപ്രഷൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളുണ്ടായാലും അവിടെയെല്ലാം നമ്മുടെ വിശ്വാസം ചോർന്നു പോകാതെ അടിയുറച്ച വിശ്വാസത്തോടുകൂടെ ദൈവവചനങ്ങൾ ഏറ്റുപറഞ്ഞ് ഉരുവിട്ട് പ്രാർത്ഥിക്കുക. ഏത് പ്രശ്നത്തിനും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ദൈവവചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു: മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം
അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം, ആഴപ്പെടാം. ദൈവത്തിൻ്റെ വചനം അത് ശക്തിയാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഈശോയുടെ വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.